ഹായ് ആൾ എല്ലാവർക്കും ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ് ഗാലക്സി M31s ആണ്. സാംസങ് ഗാലക്സിയുടെ മറ്റൊരു M സീരീസ് ഫോൺ. കേട്ടറിഞ്ഞിടത്തോളം വളരെ മികച്ചൊരു ക്വാളിറ്റിയിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സിങ്ങിന് നോക്കാം. സാധാരണ നമ്മുടെ ഒരു സിം ഇജക്ടർ പിന്നെ ക്വിക്ക് ഗൈഡ്, വാറൻറ്റി അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതാണ് നമ്മുടെ ഫോണ്. കുറച്ച് ബൾക്കിയാണെന്ന് തോന്നുന്നു, കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്, പക്ഷെ നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്. ഒരു ക്വിക്ക് ചാർജർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്, പക്ഷെ രണ്ട് സൈഡും USB-C ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലും മറ്റുമൊക്കെ കണക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇതൊരു 25 വാട്ട്സിൻ്റെ ക്വിക്ക് ചാർജറാണ്, ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്പർ സൈഡിൽ ഒരു USB ഉള്ള ഒരു കേബിൾ നമ്മൾ മേടിക്കേണ്ടി വരും. ഇതിൽ രണ്ട് സൈഡും USB-C കേബിളാണ് വരുന്നത്. വളരെ മികച്ച പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയാം. കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെങ്കിലും വളരെ മികച്ച പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണ് ഇറക്കിയിരിക്കുന്നത്. ക്യാമറ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഒരു 5 MB ഡെപ്ത് ക്യാമറ, 64 MP സോണിയുടെ സെൻസർ വരുന്ന 686 IMX സെൻസർ വരുന്ന ഒരു 64 MBയുടെ ഒരു മികച്ച ക്യാമറ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഫിംഗർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ട് തന്നെയാണ്. അതൊരു പുഷ് ബട്ടണും കൂടെയാണ്. പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. താഴ്ഭാഗത്തായിട്ട് ഒരു 3.5 mm ജാക്കിന്റെ ഒരു ഹെഡ്സെറ്റ് പിന്നും പിന്നെ ഒരു USB-C പിന്നും പിന്നെ നമ്മുടെ സ്പീക്കറും കാണാം. ഇത് പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പോലെ തോന്നുന്നുണ്ട് എങ്കിലും ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണ്. കമ്പനി ഇതിനെ പറയുന്നത് ഗ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് ഗ്ലാസും പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഒരു മിക്സ്ചർ ആണ് ഇതെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഫോണിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേയിലാണ് കമ്പനി തരുന്നത്. അപ്പോൾ ഒരു 19,000 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിന് ഒരു SMOLED, അതും വളരെ മികച്ച ഒരു SMOLED തന്നെയാണ് ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോണി സെൻസർ മിക്സായി വരുന്നത് കൊണ്ട് തന്നെ ക്യാമറ വളരെ മികച്ചതായി മാറിയിട്ടുണ്ട്. പിന്നെ സാംസങ്ങിന്റെ ഒരു മോൺസ്റ്റർ ഷോട്ട് എന്ന് പറയുന്ന ഒരു പുതിയൊരു കാര്യമൊക്കെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്റലിക്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മെയിനായിട്ട് കാര്യം എന്തുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അതിന്റെ കുറേ സെറ്റിങ്സ്, അതായത് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സെറ്റിങ്സ്, വീഡിയോ വളരെ മികച്ചതായിട്ട് എടുക്കാൻ പറ്റുന്ന കുറേ സെറ്റിങ്സ് നമുക്ക് മാറാൻ പറ്റും. 4K 60 FPS വരെ ഇതിൽ വീഡിയോ റിയർ ക്യാമിലെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ മികച്ച ഒരു ഫോൺ തന്നെയാണ്. ഡിസ്പ്ലേയും പെർഫോമൻസും എല്ലാ കാര്യത്തിലും. ഒരു ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 32 MBയുടെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് വന്നിരിക്കുന്നത്. f2.2 അപ്പർച്ചർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സാധാരണ ക്യാമറയിലെയും രണ്ടാമത്തത് വൈഡ് ആംഗിൾ ക്യാമറയിലും ഒരു റിയർ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്തൊരു വിഷ്വലാണ് കാണപ്പെടുന്നത്. ഇതൊരു നോർമൽ ക്യാമറയിൽ നല്ല സൺലൈറ്റ് ഉള്ളപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുണ്ട്. ഇത് നോർമൽ ക്യാമറയാണ്. അതേ ക്യാമറ അതേ പൊസിഷനിൽ വെച്ചുകൊണ്ട് വൈഡ് ആംഗിൾ ലെൻസിൽ എടുത്തൊരു ഫോട്ടോയാണിത്. വൈഡ് ആംഗിൾ ലെൻസിൽ എടുത്ത് ആ വൈഡ് ആംഗിൾ ലെൻസിൽ എത്രത്തോളം കിട്ടുന്നു, 4:4:3 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെയാണ് എടുത്തത്. ഇത് ഒരേ പൊസിഷനിൽ ക്യാമറ പിടിച്ചുകൊണ്ട് നോർമലും വൈഡ് ആംഗിളും ആയിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ് ഇത്. നമ്മുടെ നോർമൽ ക്യാമറയിൽ കളർ റീപ്രൊഡക്ഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് ക്യാമറയിൽ. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ഗ്രീനൊക്കെ എന്ത് നന്നായിട്ട് റീപ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് ക്യാമറയിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും എടുത്തൊരു വീഡിയോ വിഷ്വലാണ്. സ്റ്റെബിലിറ്റി എല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഇപ്പോഴത്തെ ഫോണുകളിലൊന്നും ഈ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലൊന്നും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം പക്കയാണ്. കളർ റീപ്രൊഡക്ഷൻ പക്ക. അതായത് സോണിയുടെ സെൻസർ എന്ന് പറയുമ്പോൾ ക്യാമറ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പക്കയാണ്. ക്യാമറ എല്ലാം പക്കയാണ്. SMOLED കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 24 വാട്ട്സിന്റെ ഒരു ചാർജർ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു മികച്ച പവർ പാക്ഡ് ആണ്. വീഡിയോ എല്ലാം പക്ക സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഞാനിത് എടുത്ത ഒരു വിഷ്വലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.